കേരളത്തിൽ നടക്കുന്ന ഒരു പ്രധാന കൃഷിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പ്രധാന ചടങ്ങാണ് കലിയന് കൊടുക്കൽ. അത് ഈ ഭാഗങ്ങളിലെ മലപ്പുറം അതേപോലെ തന്നെ കോഴിക്കോടിൻ്റെ കുറേ ഭാഗങ്ങൾ, ആ ഭാഗങ്ങളിലാണ് ഇത് കണ്ടിട്ടുള്ളത്. പാലക്കാട് ആ ഭാഗങ്ങളിലൊന്നും ഈ കലിയന് കൊടുക്കില്ല. കർക്കിടക മാസം 1-ാം തീയതിയാണ് ഈ കലിയന് കൊടുക്കൽ. ഈ ഭാഗങ്ങളിൽ ഈ ചേട്ടാഭഗവതിയെ കളിയ എന്നുള്ളൊരു ആചാരം ഇവിടെ ഇല്ല. ഇവിടെ അതിന് പകരമാണ് ഈ കലിയന് കൊടുക്കൽ. തലേ ദിവസമൊക്കെ അടിച്ച് തളിച്ചൊക്കെ എല്ലാം വൃത്തിയാക്കും. എന്നിട്ട് പിറ്റേ ദിവസം ഈ രാവിലെ ശ്രീബോധി വയ്ക്കും. അന്ന് ഈ 1-ാം തീയതി ഗംഭീര സദ്യ ഒരുക്കും. അത് ഈ കലിയന് കൊടുക്കുക. ഈ കലിയൻ എന്നുള്ളത് കാർഷിക ദേവതയുടെ, അതായത് ഉർവര ദേവതയുടെ ഒരു ദേവീ സങ്കല്പമാണത്. ഒരു ദേവതയാണ്, കർഷകരുടെ ഒരു ദേവതയായിട്ടാണ് ഇതിനെ സങ്കല്പിച്ചിരിക്കുന്നത് ഈ കലിയൻ എന്നുള്ളത്. 4 മണിയാകുമ്പോൾ നീച്ച് പിന്നെ തലേ ദിവസം എല്ലാം അഷ്ടമംഗല്യം പോലെയൊക്കെ ഒരുക്കി വെച്ച് വെളിച്ചാകുമ്പോൾ വെള്ളം കോരി പിന്നെ ശിവബോധിക്ക് വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് അത് കഴിഞ്ഞാൽ കുളിക്കാൻ പോകും. കുളിച്ച് വന്നാൽ പിന്നെ ആദ്യമായിട്ട് പൂജയ്ക്കൊക്കെ ഒരുക്കി അത് കഴിഞ്ഞ് പിന്നെ കലിയന് കൊടുക്കാനുള്ളതൊക്കെ നേരെയാക്കി 4 എറിയൊക്കെ വെക്കണം. പിന്നെ മുക്കിടിയാണ് പ്രധാനം. വെളിച്ചാകുമ്പോൾ കുളിച്ച് വന്നാൽ എല്ലാവരും ചായ കഴിക്കണതിൻ്റെ മുമ്പേ മുക്കിടി കുടിക്കും. അത് കലിയന് ആദ്യം എടുത്ത് വെച്ചും അത് കഴിഞ്ഞാൽ മറ്റവരൊക്കെ അത് കുടിക്കും. അത് കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കും. പിന്നെ സദ്യ, ചക്കയാണ്, ചക്ക വറുത്തത്, ചക്ക എലിശ്ശേരി, എല്ലാം ചക്കേൻ്റെ വിഭവങ്ങൾ. പിന്നെ പായസം ഉണ്ടാക്കും. പിന്നെ അതൊക്കെ ആദ്യം കലിയന് വിളമ്പും. കലിയന് വിളക്കൊക്കെ വെച്ച് വിളമ്പും. അത് മുക്കിടി ഉണ്ടാവും. മാങ്ങ പ്രധാനമാണ്. മാങ്ങയുടെ അണ്ടി എന്നാണ് പറയൽ. എന്നാലും മാങ്ങ വയ്ക്കും, ഒരു മാങ്ങയിൽ വയ്ക്കും. കലിയനോടൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ആദ്യം ഈ വാഴപ്പോള മുറിച്ച് വെച്ച് ഒരു തൊഴുത്ത് ഉണ്ടാക്കും. അതിൽ ഈ മാവിൻ്റെ ഇല വെച്ചിട്ട് കാള, മൂരി ഒക്കെ ഉണ്ടാക്കും. അതേപോലെ തന്നെ ഈ വാഴത്തട വെച്ചിട്ട് ഏണി, കോണി ഒക്കെ ഉണ്ടാക്കി വളരെ ഭംഗിയായിട്ട് അതിങ്ങനെ വെക്കും. അപ്പം ഈ കാളയും മൂരിയൊക്കെ എന്തിനാണ് വെക്കുന്നത്? പഴയ കാലത്തെ കൃഷിക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ് കാളയും മൂരിയൊക്കെ. കന്നൂട്ടലാണ്. പാടത്തൊക്കെ നെല്ല് വിതയ്ക്കണതിന് മുമ്പ് കന്ന് പൂട്ടിയിട്ടാണ് പാടങ്ങളൊക്കെ ചെയ്ത്. അപ്പോൾ എല്ലാ ഗൃഹങ്ങളിലും കാളയും മൂരിയും പശുക്കളും എല്ലാം ഉണ്ടാവും. ഭക്ഷണം കഴിച്ചിട്ട് ചക്കയും ചോറൊക്കെ കഴിച്ചു പോവുക. ഞങ്ങൾക്ക് ധാരാളമായിട്ട് വിത്തും വെള്ളിയൊക്കെ ധാരാളമായിട്ട് തന്നെ. അതൊരു പ്രാർത്ഥനയാണ്, ആ കലിയനോടുള്ളൊരു പ്രാർത്ഥനയാണ്. എല്ലാവരും കൂടി ചൂട്ടൊക്കെ മിന്നി വിളക്ക് പിടിക്കാൻ ഒരാളാണ്. അന്നൊക്കെ പിന്നെ ആൾക്കാരൊക്കെ ധാരാളം ഉണ്ടാവുകൊണ്ട് എല്ലാവരും കൂടി പോവും. അതിനൊരു രസമാണ്. എന്നും ഇപ്പം ആർക്കും അതൊന്നും അറിയില്ല. എല്ലാവരും കൂടിയും പോയി പോയി അത് പഠിക്കലാണ് കൊടുക്കുക. പഠിക്കൽ 3 കുട്ടിയെ ദിക്കിൽ കൊണ്ടുപോയി വയ്ക്കും. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി അത് കൂക്കി വിളിച്ച് ആർത്ത് കലിയൻ വരുന്നുണ്ടോ. അധിക സമയം ഒരു മഴ വരും. എന്നാ കലിയനും കളിച്ച് വന്നിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ എല്ലാവരും കുട്ടികളൊക്കെ പാടെ പറയും. കൂടെ കയറി കോണിയും കൂടെ ഇറങ്ങി കലിയോ പട്ടം തൊട്ടോ മേലെ വാഴ്ക്കൈ വച്ചോ ചെന്നു കുലുങ്ങി ചന്താമരപ്പൂക്കൊണ്ട കലിയോ. ചില സ്ഥലങ്ങളിൽ കർക്കിടകം 1-ാം തീയതി രാവിലെ മഞ്ഞൾ, താള്, അത് ദശപുഷ്പത്തിനോടൊപ്പം ഈ മണ്ണും കൂട്ടി പരപ്പുറത്തേക്ക് എറിയണ ഒരു സമ്പ്രദായം ഉണ്ട്. അത് ഇവിടങ്ങളിൽ പതിവില്ല, പക്ഷെ ചില സ്ഥലങ്ങളിൽ അത് പതിവുണ്ട്. കർക്കിടക സംക്രാന്തി നാൾ നമ്മൾ എല്ലാം അടിച്ച് തളിച്ച്
ചേട്ടെ കളയുക എന്നുള്ള സങ്കല്പം. എന്നാൽ ചീത്തത്വങ്ങളൊക്കെ കളഞ്ഞ് ഇല്ലാതാക്കി വീട്ടിൽ ശ്രീഭഗവതിയെ കുടിവെക്കുക, ഐശ്വര്യം കൊണ്ടുവരിക എന്നുള്ള. അപ്പം ചേട്ടെ കളയുക എന്നുള്ളത് നമ്മുടെ വീട്ടിലുള്ള എല്ലാ ചീത്തത്വങ്ങളും ഒഴിവാക്കിയിട്ട് ശ്രീഭഗവതിയെ കുടിവെക്കുക എന്നുള്ളത്. അതാണ് ചേട്ടയപ്പോ ചേട്ടയപ്പോ, ചേട്ടാഭഗവതി പുറത്ത് ശ്രീഭഗവതി അകത്ത് എന്നുള്ളത് പറയണതിൻ്റെ അർത്ഥം അതാണ്. അത് ആ ചേട്ടയെ ഒഴിവാക്കിയിട്ട് ശ്രീഭഗവതിയെ കുടിയിരുത്തുക എന്നുള്ളത്.